എജ്യുഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാക്കിയ 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അടൽ സേതു പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? അടൽ സേതു പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി മണ്ഡോവി നദി. മണ്ഡോവി നദിക്ക് കുറുകെയാണ് അടൽ സേതു പാലം നിർമ്മിച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള ബ്രിട്ടന്റെ പുറത്തു കടക്കൽ നടപടികൾ അറിയപ്പെടുന്ന പേര്? യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള ബ്രിട്ടന്റെ പുറത്തു കടക്കൽ നടപടികൾ അറിയപ്പെടുന്ന പേര് എന്താണ്? ഓപ്ഷൻ സി ബ്രെക്സിറ്റ്. ബ്രെക്സിറ്റ് എന്നാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള ബ്രിട്ടന്റെ പുറത്തു കടക്കൽ നടപടികൾ അറിയപ്പെടുന്ന പേര്. ഓക്സിജൻ ഇല്ലാതെ അതിജീവിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയ ആദ്യത്തെ ബഹുകോശജീവി? ഓക്സിജൻ ഇല്ലാതെ അതിജീവിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയ ആദ്യത്തെ ബഹുകോശജീവി ഏതാണ്? ഓപ്ഷൻ ബി ഹെന്നഗുയ സാൽമിനിക്കോള. ഹെന്നഗുയ സാൽമിനിക്കോള എന്ന ബഹുകോശജീവിയാണ് ഓക്സിജൻ ഇല്ലാതെ അതിജീവിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയ ആദ്യത്തെ ബഹുകോശ ജീവി. കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറിയസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? കായിക രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറിയസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ? ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറാണ് കായിക രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറിയസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പ്? മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പാണ് ഓപ്ഷൻ ബി യോദ്ധാവ്. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പിന്റെ പേരാണ് യോദ്ധാവ്. ഒറ്റ ദൗത്യത്തിൽ ബഹിരാകാശത്ത് ഏറ്റവും നീണ്ട കാലം ചെലവഴിച്ചതിന്റെ റെക്കോർഡ് ഏത് വനിതയുടെ പേരിലാണ്? ഒറ്റ ദൗത്യത്തിൽ ബഹിരാകാശത്ത് ഏറ്റവും നീണ്ട കാലം ചെലവഴിച്ചതിന്റെ റെക്കോർഡ് ഏത് വനിതയുടെ പേരിലാണ്? ഓപ്ഷൻ ബി ക്രിസ്റ്റീന കോച്ച്. ക്രിസ്റ്റീന കോച്ചിൻ്റെ പേരിലാണ് ഒറ്റ ദൗത്യത്തിൽ ബഹിരാകാശത്ത് ഏറ്റവും നീണ്ട കാലം ചെലവഴിച്ചതിൻ്റെ റെക്കോർഡ് ഉള്ളത്. ക്രിസ്റ്റീന കോച്ച് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 328. സുനിത വില്യംസിന് ഒന്നിലധികം ദൗത്യങ്ങളിലായി ബഹിരാകാശത്ത് സഞ്ചരിച്ച മൊത്തം സമയത്തിൻ്റെയും ബഹിരാകാശ നടത്തത്തിൻ്റെയും റെക്കോർഡാണ് ഉള്ളത്. ക്രിസ്റ്റീന കോച്ച് ചെലവഴിച്ചത് 328 ദിവസം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ സിനിമകൾ എഡിറ്റ് ചെയ്തതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തി ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ സിനിമകൾ എഡിറ്റ് ചെയ്തതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തി? ഓപ്ഷൻ ബി എ ശ്രീകർ പ്രസാദ്. എ ശ്രീകർ പ്രസാദാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ സിനിമകൾ എഡിറ്റ് ചെയ്തതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. 17 ഭാഷകളിലാണ് അദ്ദേഹം സിനിമകൾ എഡിറ്റ് നിർവഹിച്ചിട്ടുള്ളത്. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ്? പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത്? ഓപ്ഷൻ സി വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ലയാണ് പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്. ജൈവ ഉൽപ്പന്നങ്ങൾ ഓർഗാനിക് പ്രൊഡക്ട്സിന്റെ വിപണനത്തിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാണ്? ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച വെബ് പോർട്ടൽ? ഓപ്ഷൻ ബി ജൈവിക് ഖേത്തി. ജൈവിക് ഖേത്തി എന്ന പോർട്ടലാണ് ജൈവ ഉൽപ്പന്നങ്ങൾ ഓർഗാനിക് പ്രൊഡക്ട്സിന്റെ വിപണനത്തിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച വെബ് പോർട്ടൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാ മത്സ്യമായ നിയോലി സോച്ചിലസ് പ്നാറിനെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം?
ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാമത്സ്യമായ നിയോലിസോജിലസ് പ്നാറിനെ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ സി മേഘാലയ. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാമത്സ്യമായ നിയോലിസോജിലസ് പ്നാറിനെ കണ്ടെത്തിയത് മേഘാലയ സംസ്ഥാനത്തിൽ നിന്നുമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത വാഹന രജിസ്ട്രേഷൻ കാർഡ് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത വാഹന രജിസ്ട്രേഷൻ കാർഡ് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം? ഓപ്ഷൻ സി മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത വാഹന രജിസ്ട്രേഷൻ കാർഡ് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതിയായ ലൈഫ് മിഷന്റെ ലക്ഷ്യം? സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതിയായ ലൈഫ് മിഷന്റെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ സി സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷ. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതിയായ ലൈഫ് മിഷന്റെ പ്രധാന ലക്ഷ്യം സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷയാണ്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ ബി മൻപ്രീത് സിംഗ്. മൻപ്രീത് സിംഗ് ആണ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. വി പി മേനോൻ ദി അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? വി പി മേനോൻ ദി അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ബി നാരായണി ബസു. നാരായണി ബസു ആണ് വി പി മേനോൻ ദി അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ സി ഫെബ്രുവരി 21. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും ഉതകുന്ന തരത്തിൽ മെന്ററിംഗ് നടത്തുന്ന കേരള സർക്കാർ പദ്ധതി? കുട്ടികളുടെ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും ഉതകുന്ന തരത്തിൽ മെന്ററിംഗ് നടത്തുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ സി സഹിതം. സഹിതം പദ്ധതിയാണ് കുട്ടികളുടെ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും ഉതകുന്ന തരത്തിൽ മെന്ററിംഗ് നടത്തുന്ന കേരള സർക്കാർ പദ്ധതി. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് അക്കോൺകാഗ്വോ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലിക? തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് അക്കോൺകാഗ്വോ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലിക ആരാണ്? ഓപ്ഷൻ ബി കാമ്യ കാർത്തികേയൻ. കാമ്യ കാർത്തികേയനാണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് അക്കോൺകാഗ്വോ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലിക. 12 വയസ്സുള്ളപ്പോഴാണ് കാമ്യ കാർത്തികേയന്റെ ഈ നേട്ടം. ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേരെന്താണ്? ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേര്? ഓപ്ഷൻ ബി സുഷമ സ്വരാജ് ഭവൻ. ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേരാണ് സുഷമ സ്വരാജ് ഭവൻ. ചെസ് ടൂർണമെന്റുകളെ യാത്രാ, കാഴ്ചകൾ, സാംസ്കാരിക അനുഭവങ്ങൾ എന്നിവയുമായി സമന്വയിപ്പിക്കുന്ന ചെസ് ഹൗസ് ബോട്ട് എന്ന ഒരു സവിശേഷവും ആവേശകരവുമായ ടൂറിസം പരിപാടി ആവിഷ്കരിച്ച സംസ്ഥാനം? ചെസ് ടൂർണമെന്റുകളെ യാത്രാ, കാഴ്ചകൾ, സാംസ്കാരിക അനുഭവങ്ങൾ എന്നിവയുമായി സമന്വയിപ്പിക്കുന്ന ചെസ് ഹൗസ് ബോട്ട് എന്ന ഒരു സവിശേഷവും ആവേശകരവുമായ ടൂറിസം പരിപാടി ആവിഷ്കരിച്ച സംസ്ഥാനം? ഓപ്ഷൻ സി കേരളം. ചെസ് ടൂർണമെന്റുകളെ യാത്ര, കാഴ്ചകൾ, സാംസ്കാരിക അനുഭവങ്ങൾ എന്നിവയുമായി സമന്വയിപ്പിക്കുന്ന ചെസ് ഹൗസ് ബോട്ട് എന്ന ഒരു സവിശേഷവും ആവേശകരവുമായ ടൂറിസം പരിപാടി ആവിഷ്കരിച്ചത് കേരളത്തിലാണ്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തന്നിരിക്കുന്നവയിൽ 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം?
ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 3 തലസ്ഥാനങ്ങൾ വിശാഖപട്ടണം, അമരാവതി, കുർണൂൾ. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി കർണാടക. കർണാടകയാണ് ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഓപ്ഷൻ സി പാക് കടലിടുക്ക്. പാക് സ്ട്രേറ്റ്. പാക് കടലിടുക്കാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക്. ചെടികൾ പുഷ്പിക്കുവാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന രീതി. ചെടികൾ പുഷ്പിക്കുവാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന രീതി അറിയപ്പെടുന്നത് ഓപ്ഷൻ സി വേർണലൈസേഷൻ. ചെടികൾ പുഷ്പിക്കുവാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന രീതി അറിയപ്പെടുന്നത് വെർണലൈസേഷൻ എന്നാണ്. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത്. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി വിഷുവങ്ങൾ. വിഷുവങ്ങൾ എന്നാണ് രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത്. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഓപ്ഷൻ സി ജയ്പൂർ. ജയ്പൂർ ആണ് പിങ്ക് സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം. പ്രസാർ ഭാരതി സ്ഥാപിതമായ വർഷം. പ്രസാർ ഭാരതി സ്ഥാപിതമായ വർഷം ഓപ്ഷൻ സി 1997 നവംബർ 23. പ്രസാർ ഭാരതി സ്ഥാപിതമായത് 1997 നവംബർ 23 വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച FM സർവീസ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച FM സർവീസ് ഓപ്ഷൻ ബി ഗ്യാൻവാണി. ഗ്യാൻവാണിയാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച FM സർവീസ്. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏതാണ്? തന്നിരിക്കുന്നവയിൽ കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഓപ്ഷൻ സി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ് കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. പാകമാകുവാൻ ഏറ്റവും കുറച്ച് ദിവസങ്ങൾ മാത്രം ആവശ്യമായിട്ടുള്ള നെല്ലിനം ഏതാണ്? പാകമാകുവാൻ ഏറ്റവും കുറച്ച് ദിവസങ്ങൾ മാത്രം ആവശ്യമായിട്ടുള്ള നെല്ലിനം തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഞവര. തന്നിട്ടുള്ളവയിൽ ഞവര എന്ന നെല്ലിനമാണ് പാകമാകുവാൻ ഏറ്റവും കുറച്ച് ദിവസങ്ങൾ മാത്രം ആവശ്യമായിട്ടുള്ള നെല്ലിനം. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? ഓപ്ഷൻ ബി 8. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8 ആണ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ദേവഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ ഏതാണ്? ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ ഓപ്ഷൻ ബി ലാഹോർ സെൻട്രൽ ജയിൽ. ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ചായിരുന്നു ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ സി വാസോപ്രസിൻ. ആൻറ്റി ഡ്യൂറിയാറ്റിക് ഹോർമോൺ ADH എന്നും അറിയപ്പെടുന്ന വാസോപ്രസിനാണ് ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി
ഓപ്ഷൻ ബി 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി. ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം എത്രയാണ്? ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം ഓപ്ഷൻ സി 13,176. ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടവർ 13,176 പേരായിരുന്നു. കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ആക്ടിംഗ് ഗവർണർ ആരായിരുന്നു? കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ആക്ടിംഗ് ഗവർണർ ആരായിരുന്നു? ഓപ്ഷൻ സി PS റാവു. PS റാവു ആയിരുന്നു കേരള സംസ്ഥാന രൂപീകരണ സമയത്തെ ആക്ടിംഗ് ഗവർണർ. ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരം തന്നിരിക്കുന്നവയിൽ ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? ഓപ്ഷൻ സി ഫുള്ളറിൻ. ഫുള്ളറിനാണ് ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരം. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഓപ്ഷൻ ബി സേബം. സേബമാണ് ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഓപ്ഷൻ ബി കരൾ. കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. സൂര്യന് ചുറ്റും ഒരു പൂർണ്ണ പരിക്രമണം പൂർത്തിയാക്കാൻ ശുക്രൻ എടുക്കുന്ന ഏകദേശ ഭൗമദിനങ്ങൾ എത്രയാണ്? സൂര്യന് ചുറ്റും ഒരു പൂർണ്ണ പരിക്രമണം പൂർത്തിയാക്കുവാൻ ശുക്രൻ എടുക്കുന്ന ഏകദേശ ഭൗമദിനങ്ങൾ എത്രയാണ്? ഓപ്ഷൻ സി 224 ദിവസങ്ങൾ. സൂര്യന് ചുറ്റും ഒരു പൂർണ്ണ പരിക്രമണം പൂർത്തിയാക്കുവാൻ ശുക്രൻ എടുക്കുന്നത് 224 ഭൗമദിനങ്ങളാണ്. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനമാണ് മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഓപ്ഷൻ ബി പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഓപ്ഷൻ സി ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയാണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. കൃത്രിമ മഴ പെയ്യിക്കാനായി ഉപയോഗിക്കുന്ന സംയുക്തം. തന്നിരിക്കുന്നവയിൽ കൃത്രിമ മഴ പെയ്യിക്കാനായി ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ്? ഓപ്ഷൻ ബി സിൽവർ അയഡൈഡ്. തന്നിരിക്കുന്നവയിൽ സിൽവർ അയഡൈഡ് എന്ന സംയുക്തമാണ് കൃത്രിമ മഴ പെയ്യിക്കാനായി ഉപയോഗിക്കുന്ന സംയുക്തം. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്ലിം ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഓപ്ഷൻ സി എയ്ഡ്സ്. എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. തന്നിരിക്കുന്നവയിൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി പാമ്പാർ. പാമ്പാർ നദിയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ സി തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിൻ്റെ ഭാരം. ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിൻ്റെ ഭാരം അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ മർദ്ദം എന്നാണ് ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിൻ്റെ ഭാരം അറിയപ്പെടുന്നത്. ചുവന്ന രക്താണുക്കളുടെ ആയുസ് എത്രയാണ്? ചുവന്ന രക്താണുക്കളുടെ
ആയുസ് എത്രയാണ്? ഓപ്ഷൻ സി 120 ദിവസം. ഏകദേശം 120 ദിവസമാണ് ചുവന്ന രക്താണുക്കളുടെ ആയുസ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് പോലെ കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ ബി അപവർത്തനം. അപവർത്തനം എന്ന പ്രതിഭാസം മൂലമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് പോലെ കാണപ്പെടുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.